ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2024 9ാം ക്ലാസ് ഹിന്ദിയിലെ യൂണിറ്റ് 1 രണ്ടാമത്തെ പാഠഭാഗമായ കവിതയാണ്. ഈ കവിതയുടെ പേര് ബഹുത് ദിനോം കെ ബാദ് എന്നാണ്. ഇതിൻ്റെ മീനിങ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. ഇത് എഴുതിയത് നാഗാർജുൻ എന്ന കവിയാണ്. അപ്പോൾ ആദ്യം നമ്മൾക്ക് കവിതയായതുകൊണ്ട് കവിയെ ഒന്ന് പരിചയപ്പെടാം. കാരണം കവിതയിൽ കവിയെക്കുറിച്ച് എഴുതേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. പേജ് നമ്പർ 18 നാഗാർജുൻ എന്ന് കാണാം. താഴെ ജന്മ മൃത്യു എന്ന് കാണാം. അപ്പം അദ്ദേഹത്തിൻ്റെ ജന്മ ജൂൺ 30, 1911, അതായത് ജൂൺ 30, 1911. മൃത്യു എന്ന് കാണാം നവംബർ 5, 1998, നവംബർ 5, 1998 അദ്ദേഹത്തിൻ്റെ മരണം. ओके. हिंदी के प्रगतिशील साहित्यकार नागार्जुन का जन्म बिहार के दरभंगा में हुआ. उनका मूल नाम वैद्यनाथ मिश्र है. उन्होंने मैथिली, बंगला तथा संस्कृत में भी रचनाएं की है. सतरंगे पंगोवाली, रदीनाथ की चाची, बलचन्मा, वरुण के बेटे आदि उनकी प्रमुख रचनाएं हैं. भारत भारती सम्मान, साहित्य अकादमी पुरस्कार आदि से वे विभूषित है. ഓക്കെ, നമുക്ക് ഇതിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. ഹിന്ദിയിലെ പ്രഗതിശീല സാഹിത്യകാർ, പുരോഗമനപരമായ സാഹിത്യകാരൻ, പ്രഗതിശീലന പുരോഗമനപരമായ സാഹിത്യകാരനായ നാഗാർജുൻ കാ ജന്മ, നാഗാർജുൻ്റെ ജന്മം ബിഹാറിലെ ദർഭംഗാമേം ഹുവ, ദർഭംഗയിലാണ് ഉണ്ടായത്. ഉൻകാ മൂൽ നാം, അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നെയിം വൈദ്യനാഥ് മിശ്ര ഹെ, വൈദ്യനാഥ് മിശ്രാണ് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര്. ഉനോനെ അദ്ദേഹം മൈഥിലി, ബംഗ്ല തഥാ സംസ്കൃത് മേ ബി രചനാएं की. അദ്ദേഹം മൈഥിലി, ബംഗ്ല തഥാ സംസ്കൃത് എന്നീ ഭാഷകളിൽ രചനാएं की है, രചനകൾ രചിച്ചിട്ടുണ്ട്. സത്രംഗെ പങ്കോവാലി, രതിനാഥ് കി ചാച്ചി, ബൽച്ചന്മ, വരുൺ കെ ബേട്ടെ ആദി ഉൻകി പ്രമുഖ രചനായേ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകളാണ് നമ്മളിപ്പോൾ പറഞ്ഞ സത്രംഗെ പങ്കോവാലി, രതിനാഥ് കി ചാച്ചി, ബൽച്ചന്മ, വരുൺ കെ ബേട്ടെ ആദി മുതലായവ. ഭാരത് ഭാരതി സമ്മാൻ, സാഹിത്യ അക്കാദമി പുരസ്കാർ ആദി സെ വെ വിഭൂഷിത് ഹെ. അദ്ദേഹത്തിന് ഭാരത് ഭാരതി സമ്മാൻ, സാഹിത്യ അക്കാദമി പുരസ്കാരം ആദീസെ മുതലായ കൊണ്ട് അദ്ദേഹം വിഭൂഷിതിയെ അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കവിയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കവിത പഠിക്കാം. ബഹുത് ദിനോം കെ ബാദ്. ബഹുത് ദിനോം കെ ബാദ് അർത്ഥം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. എഴുതിയ കവി നാഗാർജുൻ. നല്ലവണ്ണം ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് പഠിക്കാം. കവി ഈ കവിതയിൽ പ്രകൃതി സ്നേഹമാണ് വർണ്ണിച്ചിരിക്കുന്നത്. പ്രകൃതിയെക്കുറിച്ചാണ് കവിതയിൽ വർണ്ണിച്ചിരിക്കുന്നത്. പ്രകൃതി പലതരത്തിലുള്ള വിളവ് കൊണ്ട് സമ്പൽ സമൃദ്ധമായിരിക്കുന്നു. അതാണ് കവി കുറേ ദിവസങ്ങൾക്ക് ശേഷം കണ്ടത്. ആ സമയത്ത് കവിക്ക് ഭയങ്കര മനസ്സിന് സന്തോഷമുണ്ടാകുന്ന ഒരു സമയമാണ് കവി ഈ കവിത എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പം കവി കവിതയിൽ പ്രകൃതി സ്നേഹമാണ് വർണ്ണിച്ചിരിക്കുന്നത്. കവി പറയുകയാണ്, ബഹുത് ദിനോം കെ ബാദ് അബ് കി മേനേം ജീബർ ദേക്കി പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ. ഇതാണ് ആദ്യ പാരഗ്രാഫ്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ മീനിങ് പഠിച്ചിട്ട് എന്താണ് കവി ഈ വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം ഓരോന്നിൻ്റെയും അർത്ഥം നോക്കാം, ശേഷം ആശയം പഠിക്കാം. ഓരോ പാരഗ്രാഫിൻ്റെ ആശയം എഴുതാനുണ്ടാവും. എക്സാമിന് 4 മാർക്കാണ് ആശയത്തിന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ബഹുത് ദിനോം കെ ബാദ് എന്നതിൻ്റെ മീനിങ്, എന്നതിൻ്റെ അർത്ഥം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. അടുത്തത് അബ് കി മേനേം ജീബർ ദേക്കി, അതായത് അബ് ഇപ്പോൾ, മേനേം ഞാൻ. ജീബർ മനസ്സ് നിറയെ, ഇഷ്ടത്തിൽ, തൃപ്തിയിൽ എന്നൊക്കെ പറയാം. മനസ്സിൽ ഭയങ്കര സന്തോഷത്തിൽ, തൃപ്തിയിൽ, ഇഷ്ടത്തിൽ. ദേക്കി കണ്ടു. ഇതാണ് ഈ വരിയുടെ
അർത്ഥം. അടുത്ത ലൈൻ, പക്കി സുൻഹലി ഫസലും കി മുസ്കാൻ. പക്കി വിളഞ്ഞു നിൽക്കുന്ന, സുൻഹലി സോനേക്കെ രംഗ് ക സ്വർണ്ണ നിറത്തിലുള്ള, ഫസലോം കി വിളവിൻ്റെ, മുസ്കാൻ പുഞ്ചിരി. അപ്പം കവി പറയാണ് സ്വർണ്ണ നിറത്തിലുള്ള വിളഞ്ഞു നിൽക്കുന്ന ആ വിളവിൻ്റെ പുഞ്ചിരി. അതായത് കേത്ത് വയലിലൊക്കെ ഭയങ്കര രസകരമായിട്ട് വിളഞ്ഞു നിൽക്കുന്നു. സ്വർണ്ണ നിറത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നെല്ലാണത് വിളഞ്ഞു നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും. സുൻഹലി സോനേക്കെ രംഗുക സ്വർണ്ണ നിറത്തിലുള്ള, പക്കി വിളഞ്ഞു നിൽക്കുന്ന, ഫസലോം കി മുസ്കാൻ വിളവിൻ്റെ പുഞ്ചിരി, മുസ്കാൻ കെ പുഞ്ചിരി, ഫസൽ വിളവ്, സുൻഹലി സ്വർണ്ണ നിറത്തിലുള്ള, സോനേക്കെ രംഗുക സ്വർണ്ണ നിറത്തിലുള്ള, പക്കി വിളഞ്ഞു നിൽക്കുന്ന. അപ്പം വിളഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ട് കവിക്ക് ഭയങ്കര സന്തോഷം. കുറേ ദിവസങ്ങൾക്ക് ശേഷം കവി പ്രകൃതിയുടെ ചിത്രണം നടത്തുകയാണ്, ചിത്രീകരിക്കുകയാണ്, പ്രകൃതിയെക്കുറിച്ച് ചിത്രീകരിക്കുകയാണ്. കവി കണ്ടു എന്ത്, പ്രകൃതിയിൽ ഭയങ്കര സൗന്ദര്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വിളവുകളെ കണ്ടു. അതാണ് കവി ഈ ഒരു വരികളിൽ അർത്ഥമാക്കുന്നത്. അപ്പം നമുക്ക് ഹിന്ദിയിൽ ഒന്ന് പറഞ്ഞു നോക്കാം. ആദ്യം നമുക്ക് വരികളൊന്നുകൂടെ വായിക്കാം. ബഹുത് ദിനോം കെ ബാദ് അബ് കി മേനേം ജീബർ ദേഖാ പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ. ബഹുത് ദിനോം കെ ബാദ്. അപ്പോൾ നമുക്ക് ഈ വരിയുടെ ആശയം ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പം ആശയം എഴുതുമ്പോൾ നമ്മൾ ഫസ്റ്റിൽ ഒരു 2-3 പോയിന്റ് ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കണം. ആ പോയിന്റ് എഴുതിയിട്ടാണ് നമ്മൾ ആശയം എഴുതേണ്ടത്. അപ്പോൾ ഈ പാരഗ്രാഫ്, ആദ്യത്തെ പാരഗ്രാഫ് എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് വേണം അടുത്ത പാരഗ്രാഫ് പഠിക്കാം. ഓക്കെ, നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക. ഏ പങ്ക്തിയാം, ഈ വരികൾ, നമ്മൾക്ക് തന്ന ഈ വരികൾ, ഏ പങ്ക്തിയാം, പങ്ക്തിയാണ് വരി, പങ്ക്തിയാം വരികൾ, ബഹുത് ദിനോം കെ ബാദ് ഒരുപാട് ദിവസത്തിന് ബാദ് ശേഷം, നാമക്ക് പേരായ കവിതാ സെ ലിയാ ഗയാ ഹെ കവിതയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. നല്ലോണം ശ്രദ്ധിക്കുക, ഈ പോയിന്റ് പഠിക്കണം. ഈസ് കവിത, അടുത്ത പോയിന്റ്, ഈസ് കവിത നാഗാർജുൻ ലിഖാ ഹുവാ ഹെ നാഗാർജുനാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. ആ പോയിന്റും പഠിക്കണം. ഉനോനെ ഈസ് കവിതാമേം, ഉനോനെ അദ്ദേഹം ഈസ് കവിതാമേം ഈ കവിതയിൽ പ്രകൃതി പ്രേം കാ ചിത്രണം കിയേ ഹെ പ്രകൃതി സ്നേഹത്തെ കുറിച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. വേ ഭാരത് ഭാരതി സമ്മാൻ സാഹിത്യ അക്കാദമി പുരസ്കാർ ആദി സെ വിഭൂഷിത് ഹെ. അദ്ദേഹം എന്തൊക്കെ കൊണ്ടാണ് അദ്ദേഹം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത്? വിഭൂഷിത്, അലങ്കരിക്കപ്പെടുക. അദ്ദേഹം ഭാരതി സമ്മാൻ, സാഹിത്യ അക്കാദമി പുരസ്കാരം മുതലായവ കൊണ്ട് അദ്ദേഹം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇത് നമ്മൾ നിർബന്ധമായിട്ട് ആശയം എഴുതുമ്പോൾ എഴുതണം, ഇല്ലെങ്കിൽ നമുക്ക് മാർക്ക് കുറയും. ഓക്കെ, അടുത്ത പാരഗ്രാഫാണ് നമ്മൾ കവിതയെക്കുറിച്ച് പറയുന്നത്. കവി ബഹുത് സുന്ദർ രൂപേം പ്രകൃതി ചിത്रण കിയേ ഹേ. കവി ബഹുത് സുന്ദർ രൂപമേം, കവി വളരെ സുന്ദരമായ രൂപത്തിൽ പ്രകൃതിയെക്കുറിച്ച് ചിത്रण കിയേ ഹേ ചിത്രീകരിച്ചിരിക്കുന്നു. കവി കഹത്തെ ഹേ കി, കവി പറയുകയാണ്, കി എന്തെന്നാൽ, പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ. ഇസ്ക താല്പര്യ യഹേക്കി, ഇതിൻ്റെ ഉദ്ദേശം, യഹേക്കി താല്പര്യം എന്ന് പറഞ്ഞാൽ ഉദ്ദേശം, യഹേക്കി ഇതാകുന്നു, എന്തെന്നാൽ പ്രകൃതി ബഹുത് സുന്ദർ രൂപേം ഗഡേഹെ പ്രകൃതി വളരെ സൗന്ദര്യത്തോടെ നിൽക്കുന്നു, ഗഡേഹെ നിൽക്കുന്നു. യാനി അതായത് ഖേത്ത് വയലുകളൊക്കെ സ്വർണവർണി ഫസലോം സേ സമൃദ്ധ ഹെ സ്വർണവർണി സ്വർണ നിറത്തിലുള്ള, ഫസലോം സെ വിളവ് കൊണ്ട് സമൃദ്ധ ഹെ സമ്പൽ സമൃദ്ധമാകുന്നു. യഹീൻ പങ്ക്തിയോം കാശയെ ഇതാണ് ഈ വരികളുടെ ആശയം. നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ആദ്യത്തെ വരികളുടെ ആശയം പഠിച്ചു കഴിഞ്ഞു. അപ്പം നമുക്കിത് 4 മാർക്കിന് ചോദിക്കുന്നതാണ്, ഉറപ്പായിട്ട് പഠിക്കണം, ഉറപ്പായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവും. അടുത്ത പാരഗ്രാഫ് പഠിക്കാം. बहुत दिनों के बाद अब की मैम जी भर सुन पाया दान കൂർത്തി കിശോരിയോം की കോകിൽ കണ്ടി താൻ. ഇതാണ് അടുത്ത ലൈൻ. ഇതും എക്സാമിന് ചോദിക്കും. ബഹുത് ദിനോം കെ ബാദ്, എന്താണ് ബഹുത് ദിനോം കെ ബാദ്? ഇതിനു മുമ്പ് പഠിച്ചു.
ഒരുപാട് ദിവസത്തിന് ശേഷം. അബ് കി മേം ജീബർ സുൻപായ, അബ് കി ഇപ്പോൾ, മേം ഞാൻ, ജീബർ സുൻപായ എൻ്റെ ഉള്ളിൽ കേട്ടു. എന്താണ്? ഞാൻ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കേട്ടു. എനിക്ക് കേൾക്കാമായിരുന്നു, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കുറേ ദിവസങ്ങൾക്ക് ശേഷം കേൾക്കാമായിരുന്നു. സുൻപായ സുന്ന കേൾക്കുക, സുൻപായ കേൾക്കാമായിരുന്നു. എന്താണ് കവി കുറേ ദിവസങ്ങൾക്ക് ശേഷം കേട്ടത്? ഹൃദയത്തിൻ്റെ ഉള്ളിൽ കേട്ടത്, കേൾക്കാമായിരുന്നു എന്ന് പറഞ്ഞു. എന്താണ് കേട്ടത്? ദാൻ കൂട്ടി കിശോരിയോം കി കോകിൽ കണ്ടി താൻ. ദാൻ കൂട്ടിന നെല്ല് കുത്തുക, ദാൻ കൂട്ടിന നെല്ല് കുത്തുക, നെല്ല് കുത്തുന്ന, ദാൻ കൂട്ടി കിശോരിയോം കി കന്യകള് അവരുടെ, അതായത് സ്ത്രീകളുടെ, പെൺകുട്ടികളുടെ, കോകിൽ കണ്ടി ശ്രുതി മധുരമായ, താൻ നാദം ശബ്ദം. കവി കുറേ ദിവസത്തിന് ശേഷം കേട്ടതാണ് എന്ത്? നെല്ല് കുത്തുന്ന കന്യകകളുടെ കോകിൽ കണ്ടി താൻ ശ്രുതി മധുരമായ സൗണ്ട്. എന്താണ് കവി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കുറേ ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കേൾക്കാമായിരുന്നു എന്ന് പറഞ്ഞു. എന്താണ് കവി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഈ കവിതയുടെ വരികൾ നമുക്ക് നോക്കാം. യേ പങ്ക്തിയാം ബഹുത് ദിനോം കെ ബാദ് നാമക്ക് കവിതാ സെ ലിയാ ഗയാ ഹേ. നമ്മൾ മുമ്പ് പഠിച്ച പോലെ തന്നെയാണ് ഇപ്പോൾ പഠിക്കുന്നത്. ഈ വരികൾ ഒരുപാട് ദിവസത്തിന് ശേഷം എന്ന് പേരായ കവിതയിൽ നിന്നും ലിയാഗയായി എടുത്തതാവുന്നു. ഈ കവിത നാഗാർജുൻ ലിഖാ ഹുവാ ഹേ. ഈ കവിത നാഗാർജുനാണ് എഴുതിയിട്ടുള്ളത്. ഉन्होंने इस कविता में അദ്ദേഹം ഈ കവിതയിൽ പ്രകൃതി പ്രേം കാ ചിത്रण किया है. പ്രകൃതി പ്രേമത്തിന്റെ ചിത്രീകരണമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. വേ ഭാരത് സമ്മാൻ സാഹിത്യ അക്കാദമി ആദി സേ വിഭൂഷിത. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. ആദ്യത്തെ പാരഗ്രാഫ് നമ്മൾ വീണ്ടും എഴുതണം അല്ലെങ്കിൽ പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആശയം നോക്കാം. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫ് നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൽ എഴുതിയ പോലെ തന്നെ എഴുതിയിട്ടുണ്ട്. അത് നന്നായിട്ട് പഠിക്കണം. ഓക്കെ, പിന്നെന്താണ്? കവി ബഹുത്ത് സുന്ദർ രൂപേം പ്രകൃതി ചിത്രം കിയാ ഹെ. കവി വളരെ സുന്ദരമായ രൂപത്തിൽ പ്രകൃതിയെക്കുറിച്ച് ചിത്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആശയം ഒന്ന് നോക്കാൻ ശ്രദ്ധിക്കുക. കവി കഹ്തേ ഹേ കി, കവി പറയുകയാണ് എന്തെന്നാൽ, ബഹുത്ത് ദിനോം കെ ബാദ് ഒരുപാട് ദിവസത്തിന് ശേഷം, മേ ജീബർ സുൻ പായ എൻ്റെ ഉള്ളിൽ കേൾക്കാനിടയായി. കി എന്തെന്നാൽ, ദാൻ കൂർത്തി കിശോരിയോം കി കോകിൽ കണ്ടി താൻ. നെല്ല് കുത്തുന്ന കന്യകകളുടെ ആ ശ്രുതി മധുരമായ സൗണ്ട് ഒരുപാട് ദിവസത്തിന് ശേഷം എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കേൾക്കാമായിരുന്നു. ഇസ്സെ ഹമേ സമജ്തേ ഹേ കി, ശ്രദ്ധിക്കുക, ഇസ്സെ ഇതുകൊണ്ട് നമ്മൾക്ക് മനസ്സിലാവുന്നു, ഹമേം സമജ്തേ ഹേ കി നമ്മൾക്ക് മനസ്സിലാവുന്നു എന്തെന്നാൽ, ഗ്രാമീണ ബാലായേം ഗ്രാമീണ സ്ത്രീകൾ, അവിടെ നമ്മൾ പറഞ്ഞു കിശോരിയോ എന്ന് പറഞ്ഞു, കുമാരി എന്ന് പറയും, കുമാരി. അപ്പം ഈ ഗ്രാമീണ സ്ത്രീകൾ, പെൺകുട്ടികൾ, ബഹുത്തധിക മെഹനത്ത് കർത്തേഹിയെ വളരെയധികം മെഹനത്ത് കർത്തേഹിയെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് മധുർ ഗീത് ഗാത്തിഹേ മധുരമായ പാട്ട് പാടുന്നു. അതാണ് കവി കേട്ടത്. അതാണ് നെല്ല് കുത്തുന്ന സൗണ്ട്, നെല്ല് കുത്തുമ്പോൾ പാടുന്ന പാട്ടിനെയാണ് കവി പറയുന്നത്. എന്താ പറഞ്ഞത്? ദാൻ കൂർത്തി കിശോരിയോം കി കോകിൽ കണ്ടി. ദാൻ എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത്, നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? ഗ്രാമീണ പെൺകുട്ടികൾ, നാട്ടിൻപുറത്തെ പെൺകുട്ടികൾ, ഗ്രാമീണം എന്ന് പറഞ്ഞാൽ നാട്ടിൻപുറം എന്നൊക്കെ പറയാം കേട്ടോ, ഗ്രാമം. ബാലായേം സ്ത്രീകൾ, പെൺകുട്ടികൾ, കന്യകൾ, ബഹുത്തധികം മെഹനത്ത് കർത്തേവിയെ വളരെയധികം പ്രയത്നിച്ചുകൊണ്ട്, കഠിനാധ്വാനം ചെയ്തുകൊണ്ട്, മധുർ ഗീത് ഗാത്തിഹേ മധുരഗീതം പാടുന്നു, വളരെ മനോഹരമായ മധുരമായ സൗണ്ടിൽ പാട്ട് പാടുന്നു എന്നാണ് കവി ഈ ഒരു കവിതയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പാരഗ്രാഫ് പഠിച്ചു കഴിഞ്ഞ് ഇനി 3ാമത്തെ പാരഗ്രാഫാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. बहुत दिनों के बाद अब की मैंने जी बरसूंगे मौलसिरी के ढेर से ताजे टटके फूल. बहुत दिनों के बाद. ഓക്കെ, നമുക്ക് മീനിങ് നോക്കാം. എന്താ മീനിങ്? ബഹുത് ദിനോം കെ ബാദ്, ഈ പ്രാവശ്യവും ഞാൻ മനസ്സിൽ നിറയെ, എന്താ പറഞ്ഞത്? ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം, അബ്കി ഇപ്പോഴും, ഈ പ്രാവശ്യവും, ഇപ്പോൾ, മേനേം ഞാൻ, ജീ ബർസൂങ്കെ
മനസ്സ് നിറയെ മണം പിടിച്ചു. സൂങ്കിന സുഗന്ധ് ഹോന, സൂങ്കിന എന്ന് പറഞ്ഞാൽ സൂങ്കേ സുഗന്ധ് ഹോന, മണം പിടിക്കുക, സ്മെല്ലടിക്കുക. ഇപ്പോഴെനിക്ക് അതിൻ്റെ മണം കിട്ടി, അതിൻ്റെ സ്മെല്ല് കിട്ടി. എന്താ, ഒരുപാട് ദിവസത്തിന് ശേഷം എൻ്റെ മനസ്സ് നിറയെ മണം പിടിച്ചു. എൻ്റെ മനസ്സ് നിറയെ എനിക്ക് എന്ത് കിട്ടി? എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ള സ്മെല്ല് കിട്ടി. എന്താണ്? സുഗന്ധം കിട്ടി. എന്ത് സുഗന്ധമാണ്? സൂങ്കേ മൗൽസിരിക്കെ ഇലഞ്ഞിയുടെ, ഡേർ ഡേർസേ കൂമ്പാരമായ, ഡേർ കൂമ്പാരം, എന്താണ്, കൂടി നിൽക്കുന്ന ഇലഞ്ഞിപ്പൂക്കൾ. താജേട്ടെടുക്കെ പുതുപുത്തനായ ഫൂൽ പൂക്കൾ. താജേട്ടെടുക്കുക എന്നാൽ പുതുപുത്തനായ, ഫൂൽ പൂക്കൾ എന്തിൻ്റെതാ? മൗൽസിരിക്കെ ഇലഞ്ഞിയുടെ ആ ഒരു കൂടി നിൽക്കുന്ന ആ ഒരു പുതുപുത്തനായ പൂക്കൾ, അതാണ് കവി കണ്ടത്. ആ പൂക്കളിൽ നിന്നാണ് സ്മെല്ല് കിട്ടിയത്. കവിക്ക് ഒരുപാട് സ്മെല്ല് കവിക്ക് കിട്ടി. ഭയങ്കര സന്തോഷമായി കവിക്ക് ഇതൊക്കെ, ഈ ഒരു എന്താണ് സ്മെല്ല് കിട്ടിയപ്പോൾ ഒരുപാട് ദിവസത്തിന് ശേഷം. അപ്പം നമുക്ക് എന്താണ് കവി ഉദ്ദേശിക്കുന്നത്? ആശയം നമുക്ക് നോക്കാം. അപ്പോൾ ആശയത്തിൽ ആദ്യത്തെ പോലെ തന്നെ ആദ്യ പാരഗ്രാഫ് പറഞ്ഞ പോലെ നിങ്ങൾ പഠിക്കണം. അത് എഴുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ പറയുന്ന പാരഗ്രാഫ് എഴുതേണ്ടത്. ഓക്കെ. കവി കത്തേഹേക്കി, കവി പറയുകയാണ്, കി എന്തെന്നാൽ ബഹുത് ദിനോം കെ ബാദ്, വളരെ ദിവസങ്ങൾക്ക് ശേഷം, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം, മേനെ ജീ പർ സൂങ്കേ, മനസ്സ് നിറയെ മണം പിടിച്ചു. സൂങ്കേ സുഗന്ധം കിട്ടി എനിക്ക്, അതിൻ്റെ സ്മെല്ല് കിട്ടി. സൂങ്കേന സുഗന്ധ ഹോന, സുഗന്ധം ഉണ്ടാവുക. കി എന്തെന്നാൽ മൗൽസിരിക്കെ ഡേർ ഡേർ സേ താജേ ടട്ട് കെ ഫൂൽ, മൗൽസിരിക്കെ ഇലഞ്ഞിയുടെ കൂമ്പാരത്തിൽ നിന്നും, അതായത് താജേ ടടുക്കെ പുതുപുത്തനായ ഫൂൽ, ആ ഫൂൽ പുതുപുത്തനായ പൂവിൻ്റെ ആ കൂമ്പാരം മൗൽസിരിയുടെ, അതായത് ഇലഞ്ഞിയുടെ, അത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ സ്മെല്ല് കിട്ടി. ഇസുസെ കവി ക താല്പര്യ ഹേക്കി, അതായത് കവിയുടെ ഉദ്ദേശം ഇതാണ്. എന്തെന്നാൽ ഈ വരികളെ കൊണ്ട് കവിയുടെ ഉദ്ദേശമാണ് ഈ പറയുന്നത്. കി എന്തെന്നാൽ തൻ മൻ കോ ഊർജാ ദേനെ വാലി ഖുശ്ബു ഫൈൽ ജാതി ഹേ, തൻ മൻ കോ, തൻ മൻ ശരീരം, തൻ എന്ന് പറഞ്ഞാൽ ശരീരം, മൻ എന്ന് പറഞ്ഞാൽ മനസ്സ്, നിറയെ ഊർജാദേനെ വാലി ഊർജം നൽകുന്ന, ശക്തി നൽകുന്ന, ഖുശ്ബു ഫൈൽ ജാതി ഹേ സുഗന്ധമാണ് വ്യാപിച്ചിട്ടുള്ളത്. മനസ്സിന് ഭയങ്കര ഊർജം കിട്ടുന്ന നല്ല സുഗന്ധമാണ് കവിക്ക് ഒരുപാട് ദിവസത്തിന് ശേഷം ഇപ്പോൾ കിട്ടിയത്. ഇലഞ്ഞി പൂക്കളുടെ ആ പുതുപുത്തനായ ഇലഞ്ഞി പൂക്കളുടെ ആ ഒരു സുഗന്ധം കിട്ടി എന്നാണ് കവി എന്താണ് നമ്മളെ കൊണ്ട് മനസ്സിലാക്കി തന്നത്. അപ്പം ഹീൻ കാശയെ, ഇതാണ് ഇതിൻ്റെ ആശയം. അപ്പോൾ ഇതേപോലെ നിങ്ങൾ എഴുതണ ആശയം ചോദിച്ചാൽ നന്നായിട്ട് നിങ്ങൾ കേട്ട് പഠിക്കുക. അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് ഇതിൻ്റെ ആശയം ശരിക്ക് എഴുതിയിട്ട് പഠിക്കാം. അപ്പോൾ നമ്മൾ കവിതയുടെ 3 പാരഗ്രാഫ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പാർട്ട് 1 ആയിട്ട് കൊടുക്കാം. അടുത്തത് നമുക്ക് പാർട്ട് 2 ആയിട്ടായിരിക്കും. അപ്പം നമ്മൾക്ക് അടുത്ത പാർട്ട് 2ൽ ബാക്കി ഭാഗം പഠിക്കാം. നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.